ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഡ് വീക്ക് എവിക്ഷനിൽ തിരഞ്ഞെടുത്തത് 6 പേരെയാണല്ലോ. അതിൽ നിന്നും 2 പേരാണ് എവിക്റ്റ് ആകുക. അവർ പക്ഷെ ബിഗ് ബോസ് വീടിന് പുറത്തേക്കൊന്നും പോകുകയില്ല. ബിഗ് ബോസ് വീടിന്റെ പരിസരത്ത് തന്നെയാണ് അവർ താമസിക്കുക. പക്ഷെ ഒരു അജ്ഞാതവാസം പോലെയാണ്. അതിനുവേണ്ടിയുള്ള ടാസ്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു. അതിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയത് അനീഷിനാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് റെന ഫാത്തിമയ്ക്കാണ്. രണ്ടാമത് വന്നത് സരികയാണ്. മൂന്നാമത് വന്നത് രേണു ആണ്. നാലാമത് ഒനിയൽ സാബു. അഞ്ചാമത് വന്നത് സാരിക. ഏറ്റവും ലാസ്റ്റ് വന്നത് അനീഷാണ്. ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ടാസ്കിലെ അവരുടെ പൊസിഷൻ. രണ്ടാമത് ഒരു ടാസ്ക് നടന്നു. ഈ 6 പേർക്ക് വേണ്ടി തന്നെ 2 പേർ വീതം ഹെൽപ്പേഴ്സ് ആയിട്ടുണ്ടല്ലോ. അവരാണ് എല്ലാ ഗെയിമും കളിക്കുന്നത്. കോൾഡ് വാർ എന്ന ഒരു ടാസ്ക്കാണ് ഇതിൻ്റെ പേര്. ഈ 6 പേർക്കും വേണ്ടി ഓരോ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങളും കൂട്ടിയിട്ടുണ്ട്. അതിൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, തലയണ, ടെഡി ബിയർ, പ്ലംബിംഗ് സെറ്റ്, പ്ലാസ്റ്റിക് എന്ന് വേണ്ട കുറേ ടൂൾസുകളും അതും ഇതും ഒക്കെ ഉണ്ട്. ടാസ്ക് എന്താണ് എന്ന് വെച്ചാൽ, ഫ്രിഡ്ജിനകത്ത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ആരാണോ വയ്ക്കുന്നത് അവരാണ് വിജയി. അങ്ങനെ ബസർ അടിക്കലും എല്ലാവരും ഓടി ഗെയിം കളിക്കാൻ തുടങ്ങി. ഏതായാലും കളി കഴിഞ്ഞപ്പോൾ ഷാനവാസ് ഓരോരുത്തരുടെ ഫ്രിഡ്ജിൽ വെച്ചത് കൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൗണ്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ബിഗ് ബോസ് പറയുന്നത്, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. കുറച്ചൊക്കെ ലോജിക്ക് വേണ്ടേ? ഞാൻ എന്തായാലും തലയണയും ബെഡും ബെഡ്ഷീറ്റും ഒന്നും ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫ്രിഡ്ജിൽ സാധാരണയായി നമ്മൾ എന്തൊക്കെയാണോ വയ്ക്കുന്നത് അതൊക്കെ വയ്ക്കാൻ പാടുള്ളൂ. ഇവരെന്തു ചെയ്തു? കയ്യിൽ കിട്ടിയതൊക്കെ ഫ്രിഡ്ജിൽ വാരി നിറച്ചു, ഒന്നും ചിന്തിക്കാതെ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പിന്നെയും കൗണ്ട് ചെയ്യിപ്പിച്ചു. അവർ വെച്ച സാധനങ്ങളിൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രം കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം മാറി മറിഞ്ഞു. ആദ്യം കൗണ്ട് ചെയ്തപ്പോൾ 1ാം സ്ഥാനം വന്നവരൊക്കെ പിറകിലായി. ഏതായാലും രണ്ടാമത് കൗണ്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വന്നത് ഒനിയൽ സാബുവാണ്. രണ്ടാമത് റെന ഫാത്തിമ. മൂന്നാമത്തെ പൊസിഷനിൽ വന്നത് രേണുവാണ്. പിന്നെ 4ാമത് വന്നത് അനീഷ്. 5ാമത് വന്നത് സരിക. 6ാമത് സാരിക. ഏതായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെ ആയിരുന്നു. അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. ഫ്രിഡ്ജ് നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ കണ്ണിൽ കണ്ടതെല്ലാം അതിൽ കുത്തിക്കയറ്റി. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത്, ഞാൻ തലയണയും ബെഡ്ഷീറ്റും ഒന്നും ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല എന്ന് പറഞ്ഞ് തമാശയാക്കുന്നുണ്ട്. സൂപ്പർ ഗെയിം. താങ്ക്സ് ഫോർ വാച്ചിങ്.